Hello, welcome to episode. എല്ലാവരും അവഞ്ചേഴ്സ് ഫിലിംസ് കണ്ടിട്ടുണ്ടാവില്ല. അതിനകത്ത് ഒട്ടുമിക്ക ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അയൺമാൻ എന്ന് പറയുന്നത്. അപ്പം ആ ക്യാരക്ടറിന്റെ ഫ്ലൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ് കയ്യിലുള്ള റിപ്പൾസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഫിലിമിൽ അതേപോലത്തെ പവറുള്ള റിപ്പൾസർ അല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് പോലത്തെ. നിങ്ങൾക്ക് ആ റിപ്പൾസർ ഒരു ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ സംഭവം. അതായത് ജസ്റ്റ് ഒരു റിപ്പൾസർ ലൈറ്റ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാം. വേറെ അവിടെയും സ്വിച്ചസ് സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ കൈൻ്റെ മൂവ്മെന്റ് കാരണം ഇത് വർക്ക് ആവുന്നതാണ്. അത് അയൺമാൻ്റെ പോലെ തന്നെ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തുകയും ചെയ്യും, ചെറുതാക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ജസ്റ്റ് LED കുറച്ച് അലുമിനിയം ഫോയിൽ പേപ്പറും ബാറ്ററീസും മാത്രം മതി. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാൻ ജസ്റ്റ് നിങ്ങൾ എത്ര നല്ല LED ആണ് യൂസ് ചെയ്യുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ചെറിയൊരു കോമ്പാക്ട് സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല ലൈറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കൈ ഇങ്ങനെ ഇട്ട് നടക്കാനും പറ്റും കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യം ഒരു നോർമലായിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ്. അതായത് നമ്മൾ നല്ല കട്ടിയുള്ളതല്ല, സാധാരണ ഒരു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടൈപ്പ് കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് കാർഡ്ബോർഡ് ഇല്ലേ, അധികം തിക്നെസ് ഇല്ലാത്ത ആ ഒരു മോഡൽ കാർഡ്ബോർഡാണ് വേണ്ടത്. അതിനകത്ത് നമ്മളൊരു സർക്കിൾ, അതായത് ആ റിപ്പൾസറിൻ്റെ ഒരു പോർഷൻ വരുന്നത് സർക്കിൾ ഷേപ്പാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എടുത്തത് ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ്. അതായത് 4 സെൻറ്റിമീറ്റർ ഡയ ഉള്ളൊരു സർക്കിൾ ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി ഒരു ബാൻഡ് പോലൊരു സംഭവം വേണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ബാൻഡ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെലോ ടേപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാൻഡ് പോലെ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ നീളത്തിലെടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ലെങ്ത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് മറ്റേ ഭാഗം വരുന്ന രീതിയിൽ ഒട്ടിച്ചാൽ മതി. ഇതേപോലെ നമുക്കിങ്ങനെ കറക്റ്റ് ലെങ്ത് അനുസരിച്ച് വെച്ചാൽ മതി, നമുക്കിത് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് നിൽക്കാം. ഇത് ജസ്റ്റ് ഒരു ലെങ്ത് കുറച്ചൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് നീളത്തിലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് LED ലൈറ്റാണ്. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ പല ടൈപ്പ് LED നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. അതായത് നോർമലായിട്ടുള്ള LED ബൾബുണ്ട്, ബൾബും 2 നീളത്തിലുള്ള ലെഗുള്ള ടൈപ്പ്. പിന്നുള്ളത് LED സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പിനകത്തുനിന്ന് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തതാണ് ഇത്. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കേടായിട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ LED ബൾബുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിലിടുന്ന ബൾബ്, അത് കേടായതുണ്ടെങ്കിൽ അതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള LED ലൈറ്റുകൾ കാണാം. അതിൽ ഒരെണ്ണം കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു മോഡൽ LED ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ 2 ലെഗ് 2 സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ അതിന് അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യും. അത് ഞാനിപ്പോൾ പറയാം. ഇങ്ങനത്തെ LED ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബേസ് ഇവിടെ ഒട്ടിച്ചാൽ മതി. കാരണം ഇതിൻ്റെ ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗത്തായിരിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് അലൂമിനിയം ഫോയിൽ പേപ്പറാണ്. ഇതേപോലൊരു അലൂമിനിയം ഫോയിൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എടുത്ത് തന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് റിഫ്ലക്ഷനും ഉണ്ടാവും, അതേപോലെ ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ സൈസിൽ കുറച്ചും കൂടെ വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് കുറച്ച് വലുപ്പത്തിൽ നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ 2 പോർഷൻസിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെയും വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു അലുമിനിയം ഫോയിൽ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഹാഫ് ഈ ടെർമിനലിൽ ആ പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിലും ഒട്ടിക്കുക. ഈ ഹാഫ് അതേപോലെ ഈ ടെർമിനലിൻ്റെ ആ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിലും ഒട്ടിക്കുക. പക്ഷെ ഇത് രണ്ടും തമ്മിൽ കോണ്ടാക്ട് വരാൻ പാടില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ വേണം. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ്. നമ്മളൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. ഇപ്പം LED ആയതുകൊണ്ട് പൊളാരിറ്റി നോക്കണം. അതായത് ബാറ്ററീൻ്റെ പോസിറ്റീവ് സൈഡ് LEDയുടെ പോസിറ്റീവ് സൈഡിലേക്കും മറ്റേത് നെഗറ്റീവ് സൈഡിലേക്കും കൊടുത്താലേ നമുക്ക് ലൈറ്റ് കത്തുള്ളൂ. തിരിച്ചു കൊടുത്താൽ കണക്ഷൻ ആവില്ല, അപ്പം നമുക്ക് ലൈറ്റ് കത്തില്ല. അപ്പോൾ അത് കറക്റ്റ് പൊളാരിറ്റി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്.
നെക്സ്റ്റ് നമ്മൾ ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പ്, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്ട്രിപ്പ് കട്ട് ചെയ്യണം. അതായത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സോ എന്തെങ്കിലും സംഭവം ഉണ്ടാവും, അതിനകത്തുനിന്നൊരു കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോർഷൻ കുറച്ചൊന്നിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇവിടെ കണക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിക്കണം. അതിനുശേഷം ബാക്കിയുള്ളത് ബെൻഡ് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ ബാറ്ററി വെക്കുക, ഈ സെക്കൻഡ് ബെൻഡിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് കണക്ഷൻ വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ഈ ഒരു ബോട്ടം പോർഷൻ ഏകദേശം ഈ ഒരു പോർഷൻ വരെ അലുമിനിയം ഫോയിൽ ചുറ്റി വെക്കുക, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഈ പേപ്പറിൽ ചെയ്ത പോലെ തന്നെ. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇത്രയും പോർഷനും കൂടെ അലുമിനിയം ഫോയിൽ നമ്മൾ വൈൻഡ് ചെയ്ത് വെക്കണം, ആ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഈ രണ്ട് പോർഷനിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് നമ്മൾ സ്ട്രിപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടാവുക. അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ബാറ്ററി വെക്കുന്ന സമയത്ത് ഈ ബേസ് പോർഷൻ ഈ താഴെ വെച്ച സ്ട്രിപ്പിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ടോപ്പ് പോർഷൻ കൊണ്ട് ആക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കണക്ഷൻ വരും. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് വരുന്ന സൈഡിൽ ഈ രീതിയിൽ ഒട്ടിച്ചു വെക്കുക. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. അപ്പോൾ ചില നമുക്ക് ബാറ്ററി കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്ററി വെച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇനി അല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാറ്ററി ഇല്ല, നോർമൽ ബാറ്ററി ആണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇത് ഇവിടെ ഒട്ടിക്കണം സെല്ലോ ടേപ്പ് വെച്ചിട്ട്. ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഈ ബാറ്ററി ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള മോഡലാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 3 ബാറ്ററി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കത്തും. ഞാൻ നേരത്തെ പറഞ്ഞ വരി നമ്മൾ കയ്യിലിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കമ്പിൻ്റെ ഒരു പീസും കൂടെ വെക്കാം, നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലെ. ഇതേപോലെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കുക, 2 പോർഷൻ വരുന്ന രീതിയിലുള്ള. അത് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ചെയ്യാം. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇതിനുള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്കിങ്ങനെ ലോക്കാക്കി വെക്കാൻ പറ്റും, കറക്റ്റ് സൈസ് എത്രയാണെന്ന് വെച്ചാൽ. ഒരു രീതിയിൽ നമുക്ക് ബാൻഡ് പോലെ ഇടാം. ഇത് കയ്യിലിടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ വെച്ചിട്ട് നമ്മളിത് ടൈറ്റ് ആക്കുമ്പം കംപ്ലീറ്റ് ടൈറ്റ് ആവാതെ ജസ്റ്റ് ടച്ച് ചെയ്യാൻ നിൽക്കുന്ന രീതിയിലുള്ള ലെവലിൽ നമ്മളിത് ടൈറ്റ് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ കൈ ഒന്നിങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ കോണ്ടാക്ട് വരും, ലൈറ്റ് കത്തും. കൈ റിലീസ് ചെയ്യുമ്പോൾ ഓഫാവും. അപ്പം നമുക്ക് ജസ്റ്റ് ആ സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൂസാക്കി വെച്ചാൽ ലൈറ്റ് കത്തില്ല, കൈ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. അപ്പം ഈ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ബാറ്ററി അല്ലാതെ നിങ്ങൾക്കിപ്പം നോർമലായിട്ടുള്ള ബാറ്ററീസ് ഒക്കെ ഉണ്ടാവല്ലോ, ഒന്നെങ്കിൽ ഒരു 9 വോൾട്ട് ടൈപ്പ് ബാറ്ററി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ 2 ബാറ്ററി ഇടുന്ന കേസ് പോലത്തേക്ക് എന്തായാലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നോർമൽ ബാറ്ററി ആയാലും മതി. അതിൻ്റെ നമുക്കതിന് വയർ ആവശ്യമുണ്ട്, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള. അതായത് ബാറ്ററിയുടെ 2 ടെർമിനലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വയർ. അപ്പം ഈ 2 വയറിൻ്റെ ഓരോ അറ്റവും നിങ്ങൾ ഈ ബാറ്ററിയുടെ ഓരോ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇതേപോലെ 2 ടെർമിനൽ ഓരോന്നായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഒരു ടെർമിനൽ ഈ താഴത്തെ ഈ ഒരു പോർഷനായിട്ടും മറ്റേ ടെർമിനൽ ഈ ടോപ്പിലെ ഈ ഒരു പോർഷനായിട്ടും നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പോലെ തന്നെ ഇത് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ആ ലൈറ്റ് കത്തും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ബാറ്ററി നിങ്ങൾ കയ്യിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ വേണ്ടി വെക്കണം. ഇതേപോലെ നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ബാൻഡ് എന്തെങ്കിലും ചുറ്റി വെച്ചാൽ മതി. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ അഡീഷൻസ് പോലെയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ അയൺമാൻ ഹാൻഡ് പോലെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ യൂസ് ചെയ്തത്. അതായത് വേറെ എക്സ്ട്രാ അഡീഷണൽ സെറ്റപ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു LED ലൈറ്റും അലുമിനിയം ഫോയിലും ബാറ്ററീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ആയിട്ട് വരും.
അതുവരെ ബൈ ഫ്രം എം പീസ് വേൾഡ്.